നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. 2 ദിവസം മുമ്പ് നമ്മൾ ആ കുട്ടിക്കുരങ്ങന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പഞ്ച് എന്ന് പറയുന്ന കുട്ടിക്കുരങ്ങന്റെ ഒരു വീഡിയോ എല്ലാവരെയും കരയിപ്പിച്ച വീഡിയോ ആണ്. എല്ലാവരും എന്നാൽ ലോകം മൊത്തം ആകമാനം ജനങ്ങളെയും കരയിച്ച ഒരു വീഡിയോ ആണ്. ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ കൂടിയാണ്. പലരും ആ ഒരു വീഡിയോ കണ്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു അവസ്ഥയാണ് എന്നുവെച്ചാൽ ഒരുപാട് പേർക്ക് ആ പഞ്ചെന്ന് പറയുന്ന കുട്ടിക്കുരങ്ങന്റെ ആ ഒരു കഥ, ആ ഒരു ഏകാന്തത, ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം പലർക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കരുതി ആരും കാണില്ല, ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ ആരും കാണില്ല എന്നാണ് കരുതുന്നത്. പക്ഷേ ഇനി അത് എല്ലാവരും ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട്, ഒരുപാട് നല്ല കമന്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ആ പഞ്ചിനെ കുറിച്ച് തന്നെ ഒരു അപ്ഡേറ്റ് ആണ് തരാൻ പോകുന്നത്. ഒത്തിരി വിഷമകരമായ ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. അതിനോടൊപ്പം ഈ പഞ്ചിനെ എന്തുകൊണ്ടാണ് അവിടെയുള്ള മറ്റുള്ള ഈ പറയുന്ന കുരങ്ങന്മാരെല്ലാം ആക്രമിക്കുന്നത്, അതിനുള്ള കാരണം എന്താണ്? ഒരുപാട് കുരങ്ങന്മാർ ഈ പഞ്ചിനെ മാത്രം കാണുന്ന കുരങ്ങന്മാരെല്ലാം ആക്രമിക്കുന്നുണ്ട്. അതിന്റെ കാരണം എനിക്ക് തോന്നിയ ഒരു കാരണം കൂടി ഞാൻ പറയാം. ഇനി ഈ പഞ്ച് ആരാണെന്ന് അറിയാത്തവർക്കായി ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ സൈഡിൽ കൊടുക്കാം. മിക്കവർക്കും അറിയാമായിരിക്കും. പഞ്ചെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജപ്പാനിലെ ഒരു സൂ, അവിടെയുള്ള ഒരു എന്താ പറയുന്ന ഒരു സൂവിലെ ഒരു കുട്ടിക്കുരങ്ങനാണ്. അത് പ്രസവിച്ച ഉടനെ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മരിച്ചുപോയി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അമ്മയുണ്ട് ഈ തള്ളി മാറ്റുന്നത്, തള്ളി മാറ്റുന്നത് അതിന്റെ അമ്മയാണ് കേട്ടോ. അത് അതിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോ ഈ പറയുന്ന പ്രസവത്തോടു കൂടി, അതായത് പ്രസവിച്ച ഉടനെ തന്നെ ഈ അമ്മ ഇതിനെ തള്ളി മാറ്റുകയാണ്. അമ്മ ഇതിനെ ഏറ്റെടുക്കുന്നില്ല. അപ്പൊ പഞ്ച് ഒരുപാട് പ്രാവശ്യം അമ്മയായിട്ട് എന്ത് ചെയ്യും, മിങ്കിളാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് കുട്ടിയിലുള്ള കഥയാണ് കേട്ടോ. ഏറ്റവും കുട്ടി അത് പ്രസവിച്ച ഇപ്പോൾ പഞ്ചിന് 6 മാസം പ്രായമുണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ തള്ളി വിട്ടുകൊടുത്തപ്പോൾ അവിടെയുള്ള ആ സൂയിലുള്ള ജീവനക്കാരിൽ ഒരാൾ എന്ത് ചെയ്യുന്നറിയും, ഈ പഞ്ചിന് ഒരു ബൊമ്മ, അതായത് ഒരു കുരങ്ങന്റെ രൂപമുള്ള ഒരു ബൊമ്മ കൊണ്ട് കൊടുക്കുന്നു. ആദ്യം ഈ പഞ്ച് ഈ ബൊമ്മയിലോടൊന്നും വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം ആ ബൊമ്മ ഈ പറയുന്ന കുരങ്ങന്റെ രൂപമുള്ള ഈ ബൊമ്മയെ ഈ പഞ്ചെന്ന് പറയുന്ന കുരങ്ങൻ കൊണ്ട് നടക്കുന്നതാണ്. ആ ഒരു സംഭവങ്ങൾ, അതായത് അവിടെയുള്ള മറ്റു കുരങ്ങന്മാര് ഇതിനെ ആക്രമിക്കുന്ന രീതി, ആ ആക്രമിക്കുമ്പോഴൊക്കെ ഇത് ഓടിപ്പോവുകയാണ്. ഇത് ഓടിപ്പോയി ഈ സ്വന്തം വേറെ ആരുമില്ല, അത് ഒരു കൂട്ടം കുരങ്ങന്മാർ അതിനകത്തുണ്ട്. അവിടെ ആരും അതിന്റെ കൂട്ടത്തെ കളിക്കാനോ അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവനിന്ന് കെട്ടിപ്പിടിക്കാൻ ആരുമില്ല. അവൻ ഓടിച്ചെന്ന് അവൻ അവിടെ അഭയം പ്രാപിക്കുന്നത് ഈ പാവയുടെ അടുത്താണ്. ഈ കുരങ്ങൻ പാവയുടെ അടുത്താണ് ഇത് അഭയം പ്രാപിക്കുന്നത്. അതിനോടത്ത് പോയി സംസാരിക്കുന്നു, അതിനോട് പോയി കളിക്കുന്നു, അതിനെ കളിക്കാൻ വേണ്ടി വിളിക്കുന്നു, അതിനെ കെട്ടിപ്പിടിക്കുന്നു. അതിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് കരയും പോലെയൊക്കെ സീനൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് ആൾക്കാരിൽ അത് കണ്ടപ്പോൾ ഒരുപാട് പേര് റിലേറ്റ് ചെയ്യും. കാരണം ഒരാൾ ഒറ്റപ്പെടുമ്പോൾ അല്ലെ അമ്മയുടെ സ്നേഹം എന്താണ് എന്നൊക്കെ ഒരുപാട് പേർക്ക് തിരിച്ചറിയാൻ പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ. സത്യമായി നിങ്ങളത് കാണണം. അത് കരയാതെ കാണാൻ സാധിക്കില്ല എന്നുള്ളത്. അത് എപ്പോഴെപ്പോഴും ഞാൻ ആവർത്തിച്ച് കാണുമ്പോഴും നമുക്ക് ആ ഒരു വിങ്ങൽ നമുക്ക് ഉണ്ടാവും. ആ കുരങ്ങൻ എന്തുമാത്രം, ആ കുട്ടിക്കുരങ്ങൻ എന്തുമാത്രം വേദന. കാരണം ഇതിനെക്കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ആദ്യം ഇപ്പോൾ വരുന്നത് അതിനുശേഷം നമ്മൾ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ കണ്ടു. അതിനുശേഷം 1-2 കുരങ്ങന്മാർ, അച്ഛനും അമ്മയല്ല മറ്റു ചില കുരങ്ങന്മാരെ ഇതിനെ ഏറ്റെടുത്തു. അപ്പോൾ മറ്റു ചില കുരങ്ങന്മാരുടെ അടുത്തൊക്കെ ഇത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അവരുടെ അടുത്തൊക്കെ കളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വീണ്ടും ഈ കുരങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവിടെയുള്ള കുരങ്ങന്മാരെ ഓട്ടിച്ചിട്ട് ആക്രമിക്കുന്നത്. ഓടെയാണ് സത്യം, കരച്ചിൽ വരും. ഇതിങ്ങനെ അതിന്റെ വിളി കേൾക്കണം കേട്ടോ. ഇതൊക്കെ കടിക്കുമ്പോൾ ഇത് കിടന്ന് കീ നടന്ന് വിളിക്കുന്ന വിളി കേൾക്കണം. ഇതിങ്ങനെ ഇവിടുത്തെ ഒരു കടി കണ്ടിട്ട് അപ്പുറത്തുള്ള ആ കുരങ്ങൻ കടിക്കുകയാണ്. അവിടെ നിന്നിട്ട് ഓടിച്ചെന്ന് ആ പാവയുടെ ആ കുരങ്ങൻ പാവയുടെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു സീനുണ്ട്. ഇപ്പോഴാണെന്ന് പറഞ്ഞു വരുന്ന ഒരു ഇതാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഇതിന് മുമ്പ് കണ്ടിട്ടുമില്ല. സത്യമാവാതിരിക്കട്ടെ എന്നുള്ളതാണ്. കാണാം. അതിന് ശേഷം കൊണ്ട് അത് പാവയും കൊണ്ട് ഓടുന്നുണ്ടോ, നിങ്ങൾ ഓട്ടിച്ചിട്ട് കടിക്കുകയുണ്ടോ. അല്ല അടുത്തത് എന്നിട്ട് അവൻ ആ പിടി വിടാത്തതുണ്ടോ, ആ പാവയുടെ പിടി അവൻ വിടുന്നില്ല, ഒളിച്ചിരിക്കുകയാണ്. കണ്ടോ, അത് ഇപ്പോഴിറങ്ങിയ പിന്നീട് വീഡിയോ എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പം അത് ഇടയ്ക്ക് വെച്ചിട്ട് അവന് കുറെ കൂട്ടുകാരെ കിട്ടി അവനെ ചേർത്ത് നിർത്താൻ, അവരെ മാറോടണയ്ക്കാൻ വേണ്ടിയിട്ട് 1-2 കുരങ്ങന്മാരുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അവനെ എന്ത് ചെയ്യുന്നറിയാമോ, അവനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവനെ തള്ളിക്കളഞ്ഞു. അവനെ വീണ്ടും ആക്രമിക്കും, ബേക്കിൽ നടന്ന് ആക്രമിക്കുന്നു. എന്തിനാ ഈ പഞ്ചിനെ ഇങ്ങനെ ബേക്കിൽ നടന്ന് ആക്രമിക്കുന്നു എന്ന് നോക്കി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ആ കുരങ്ങന്മാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല്
അതിനകത്ത് ഒരുപാട് ഒരു 100-100 കൂടുതൽ കുരങ്ങന്മാരുണ്ട്. അതിനകത്ത് ഈ പറയുന്ന പഞ്ചിന് മാത്രമാണ് ഒരു ഡാർക്ക് കളർ അല്ലയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പഞ്ചിന് മാത്രമാണ് ഒരു കറുത്ത കളർ. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരുപാട് തവണ ഈ ഒരു വീഡിയോ കണ്ടു. അവിടെ ഒരുപാട് 100 കുരങ്ങന്മാരുണ്ടെങ്കിലും ഈ പഞ്ചിനെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഇത് കറുത്ത് ഇത്തിരി ഇരുണ്ടിട്ടാണ്. മറ്റതെല്ലാം ഒരു ബ്രൗൺ കളറിലാണെങ്കിൽ ഈ ഒരു പഞ്ച് കുറച്ച് ഇരുണ്ടിട്ടാണ്. ഇത് കാണിച്ചു തരാം. അതുമല്ല ഈ പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ച് ഈ പറയുന്ന ഈ കുരങ്ങൻ പാവയുടെ കൂട്ടത്താണ്. പക്ഷെ അവിടെ ആഹാരം കൊടുക്കാൻ വരുന്ന ഒരാളോട് ഇവന് ഭയങ്കര കൂട്ടാണ് കേട്ടോ. ആ ആൾ എപ്പോൾ വന്നാലും ആഹാരം കൊടുക്കാൻ വേണ്ടി വരുമ്പോഴും ഈ പഞ്ച് ആഹാരം ഒന്നും എടുക്കത്തില്ല, ഓടിച്ചെന്ന് അവന്റെ ദേഹത്ത് വലിഞ്ഞ് കയറുകയാണ്. അതിന് ഒരു കാരണമുണ്ട്. ആ കാരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ ഒരു വീഡിയോ കാണാം. അതുകൊണ്ടോ അത് ഓടിപ്പോകുന്നുണ്ടോ? അത് മാത്രം കണ്ടോ ഇരുണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം അതിന്റെ ദേഹത്ത് കയറി. അവനെ ഇറക്കി വിട്ടാലും പോകത്തില്ല. അതിന് ആഹാരം വേണ്ട. ആഹാരം കൊടുക്കുമ്പോൾ അത് പോകത്തില്ല. അതിന് എങ്ങനെയെങ്കിലും അവന്റെ ദേഹത്തിരുന്നാൽ മതി എന്നുള്ളൊരു ഇതാണ് അവന്. ഇത് കണ്ടോ? ഇനി മറ്റൊരു കേസും കൂടി ഞാൻ അതിന് മുമ്പ് മറ്റൊരു കേസ് പറയട്ടെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഈ പഞ്ചിന്റെ കേസ് നമ്മൾ ഇതുപോലെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ടാവും, ഒരുപാട് മനുഷ്യരുണ്ടാവും. ഞാനും അതായത് ഒരു സ്നേഹം കിട്ടാതെ, അമ്മയുടെ സ്നേഹം കിട്ടാതെ, അച്ഛന്റെ സ്നേഹം കിട്ടാതെ, സഹോദരൻ കിട്ടാതെ, സുഹൃത്തുക്കളുടെ ഒക്കെ സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ടു പോകുന്ന മറ്റു പലരെയും സ്നേഹിക്കുന്നു. അതായത് ചിലപ്പോൾ പല ഓബ്ജക്റ്റുകളെയും ആയിരിക്കും അവർ സ്നേഹിക്കും. ചിലപ്പോൾ ചിലവർ ഫോണിനെ സ്നേഹിക്കും, ചിലവർ ഒരു ഏകാന്തതയെ സ്നേഹിക്കും, ചിലവർ റൂമിൽ അടച്ചിരിക്കും, റൂമിനെ സ്നേഹിക്കും, മറ്റാരടുത്തും സംസാരിക്കാതെ. കാരണം ആരും സംസാരിക്കാനില്ല എന്നുള്ള രീതിയിൽ പിന്നീട് ഇതുപോലുള്ള ചിലവർ മൊബൈലിലായിരിക്കും സ്നേഹിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കാനുള്ള കേസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ റൂമിനെ സ്നേഹിച്ചു എന്ന് വരിക, ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഇതുപോലെ ഒരു പാവയോ ആരെങ്കിലും തന്ന ഒരു ഗിഫ്റ്റോ അവരൊക്കെ സ്നേഹിച്ചു എന്നിരിക്കട്ടെ. പക്ഷെ നമ്മുടെ സങ്കടം വരുമ്പോഴേ, നമുക്കൊരു സങ്കടം, നമുക്കൊരു താങ്ങായിട്ട് വരുമ്പോൾ അവരെ കാണത്തില്ല. അവര് സത്യം പറഞ്ഞാൽ ജീവനില്ലാത്ത എന്താണ് ഒരു വസ്തുവാണ്. അത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഒന്നീ കരച്ചൽ അതിന്റെ മുഖം ചിരിച്ചുകൊണ്ടാണെങ്കിൽ അത് എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എത്ര സങ്കടം വന്നാലും അത് ചിരിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതിന് ജീവനില്ല, അതൊരു പാവയാണ്. നമ്മൾ അങ്ങനെ അഭയം പ്രാപിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു തരത്തിൽ നമുക്കൊരു ധൈര്യം കാണിക്കണം. കാരണം ഇതല്ലെങ്കിൽ മറ്റൊരാൾ. ഇപ്പം പഞ്ചിന്റെ കേസ് വേറെ ഡിഫറെന്റ് ആണ്, അതിനെക്കുറിച്ച് പറയാം. നമ്മളാണെങ്കിൽ നമുക്കിപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ നമുക്ക് സ്നേഹം തരുന്നില്ല, കൂട്ടുകാരെ സ്നേഹം തരുന്നില്ലെങ്കിൽ നമുക്ക് വേറെ നമ്മളങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം. നമ്മളെന്ത് ചെയ്യണം? ഇതല്ലെങ്കിൽ മറ്റൊന്ന് അല്ലേ എന്ന് പറഞ്ഞ് ജീവനില്ലാത്ത വസ്തുക്കളിൽ അടിമപ്പെടാനോ ചിലരൊക്കെ എന്താണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ എന്താണ് മദ്യത്തിനും കഞ്ചാവിനും അങ്ങനെ രാസലഹരിയിലേക്ക് അടിമപ്പെട്ടു പോകുന്നത്. അങ്ങനെയൊന്നും പെടാതെ സ്നേഹം തരുന്നവർ കാണില്ല. നമ്മൾ ലോകത്ത് എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമല്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ മറ്റൊന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ധൈര്യമാണ്. നമ്മൾ പേടിച്ചിരുന്ന ഒരു റൂമിനകത്തിരുന്ന് ഏതെങ്കിലും പാവയും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തില്ല. ഇവിടെ പഞ്ചിന്റെ മറ്റൊരു സംഭവം കാണിച്ചു തരുമേ. ഇത് കണ്ടോ? അവിടെ അവൻ എന്ത് ചെയ്തു? ആ പാവയെ കൊണ്ടിട്ടു. എന്നിട്ട് ആ പഞ്ചിനെ അവിടെ ഇട്ടു. പക്ഷെ പഞ്ചിന് ആ പാവയല്ല വേണ്ടത്, ജീവനുള്ള വസ്തുത പഞ്ചിന് വേണ്ടത്. കേട്ടോ, പഞ്ചു ഈ പറയുന്ന ആ ആഹാരം കൊടുക്കാൻ വന്ന പുള്ളിയുടെ കാലിൽ വലിഞ്ഞു കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവനും തിരിച്ചറിയും ഇതൊരു പാവയാണെന്ന്. അവനും തിരിച്ചറിയും. വേറെ ഗതിയില്ലാതെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ പാവയുടെ കൂടെ നടക്കുന്നേ ഉള്ളൂ. പക്ഷെ അവിടെയും ചൂട് കിട്ടണമല്ലോ. നമ്മളെ ഒരാൾ ആത്മാർത്ഥമായിട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്കൊരു ചൂട്, നമുക്കൊരു ഫീലും. കൊച്ചിലെയാണെങ്കിൽ അവന് വലിയ പിടുത്തമില്ലായിരുന്നു, അറിയില്ലായിരുന്നു ഈ പഞ്ചിനെ. ഇപ്പൊ അവനറിയാം. മനസ്സിലായോ? ഇപ്പൊ അവനറിയാം അതൊരു പാവയാണോ, അതൊരു ജീവനില്ല, എങ്കിലും അവനത് കൊണ്ട് നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്നിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടല്ലേ, എനിക്കൊരു കൈത്താങ്ങല്ലേ, എന്നെ ചേർത്ത് നിർത്താൻ ഒരാൾ, അത് ജീവനുള്ള ആൾ തന്നെ വേണം. അതുകൊണ്ടാണ് ഇവിടെ അവൻ എന്ത് ചെയ്ത പാവ ഇട്ടിട്ട് കൊടുത്തിട്ട് പാവ അവന് വേണ്ട. അവന് വേണ്ടത് ജീവനുള്ള ഒരു സുഹൃത്താണ് അവന് വേണ്ടത് അല്ലേ, ചേർത്ത് നിർത്താൻ ഒരു സുഹൃത്താണ് വേണ്ടത്. ഇവിടെ പഞ്ചിന്റെ കാര്യം വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ട് പഞ്ചിന് വേറെ ഓപ്ഷൻസ് ഇല്ല. പഞ്ച് ഈ പറയുന്ന ഈ ഒരു സൂനകത്ത് അടച്ചു കിടക്കുക, ഇത്രയും അവരുടെ കൂടെ കിടക്കുന്ന അത്രയും വരെയുള്ള അവന് വേറെ ലോകമില്ല. മനുഷ്യരെങ്ങനെയല്ല. ഇപ്പൊ വീട്ടിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ആണെങ്കിൽ വേറെ നമ്മുടെ സങ്കടം കേൾക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഈ പറയുന്ന നിങ്ങളുടെ വീട്ടിലുള്ള 4-5 പേരൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും വിഷമം കാണുമായിരിക്കും, എന്തെങ്കിലും ഒരു സംഭവത്തിൽ നിങ്ങളുടെ ഒരു പിണക്കം ഉണ്ടായിക്കാണ് ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. അവരുടെ അടുത്ത് എന്ത് ചെയ്യാം? ഈ പഞ്ച് കണ്ടോ? പഞ്ച് എത്രയൊക്കെ കടി കിട്ടിയത് വീണ്ടും അമ്മയുടെ അടുത്തും അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ച് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതിനകത്ത് എന്ത് ചെയ്യുന്നു? വീണ്ടും അവൻ തോൽവി ഏറ്റുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം, ഇതിപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു, മറ്റു പലരും അവനെ ഏറ്റെടുത്തതായിട്ട് കണ്ടു.
വീണ്ടും അവർ തള്ളിക്കളയുകയാണ്. മനസ്സിലായോ? ഒരു ദിവസം അവൻ വിജയിക്കും. മനസ്സിലായോ? ഒരു ദിവസം അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആരെങ്കിലും കാണും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പലരും പല സന്ദർഭങ്ങളിൽ എന്തെങ്കിലും അവരുടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണും. അതൊക്കെ വരുമ്പോൾ അവരെയൊക്കെ വിട്ട് പിന്നെ അവരെയൊക്കെ വിട്ടുകൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുകയും ഏകാന്തത ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ മരണത്തിലേക്ക് ചിന്തിക്കുന്നവരെന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മരണത്തിലേക്ക് ചിന്തിക്കുന്നവർ, ഈ പറയുന്ന മയക്കുമരുന്നുകളിൽ അഭയം പ്രാപിക്കുന്നവർ, അവരൊക്കെ ചിന്തിക്കാൻ മതി. അതല്ല ലോകം. ആ ഒരു റൂമോ നിങ്ങളുടെ വീട് മാത്രമല്ല ലോകം. നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ശ്രമിക്കുക, ധൈര്യമായിട്ട് ഇറങ്ങി ശ്രമിക്കുക. മറ്റൊരു ബന്ധം അല്ലെ, മറ്റൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നടക്കുമെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പഞ്ച് അങ്ങനെ ലോകം മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പഞ്ച്. എന്തായാലും വരുന്ന ആൾക്കാരുണ്ടോ, ഇഷ്ടം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പഞ്ചിനെ കാണും. ആ സൂലി ഇടവില്ല. ഞാൻ ഇടയ്ക്ക് ഒന്നിന്റെ വീഡിയോസ് കൊണ്ടിരിക്കുന്നത് നേരൊന്നും നിൽക്കുക ഈ പഞ്ചിന്റെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി. പലരും ഈ പറയുന്നതിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പലരും ഒരുപാട് ബൊമ്മകൾ കൊണ്ടുകൊടുക്കും. മറ്റുള്ള ബൊമ്മകളൊന്നും ഇല്ല, ഈ ഒരു ബൊമ്മ മതി എന്നുള്ള രീതി. ഈ ബൊമ്മ മറ്റാരെയും എടുക്കാനും അവൻ സമ്മതിക്കുന്നില്ല. മറ്റു പല കുരങ്ങന്മാരും ഇതിനെ തോടുമ്പോൾ ഇത് കൊണ്ട് ഓടയാണ്, കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ കാണുന്നത് ഇത് എപ്പോഴും ഈ കുട്ടിക്കുരങ്ങനെ മറ്റേതെങ്കിലും കുരങ്ങന്മാരെ ആക്രമിക്കുന്നത് ഓടിച്ചെന്ന് ഈ പറയുന്ന ഈ ബൊമ്മ കുരങ്ങന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ആരും വന്ന് ആക്രമിക്കുന്നില്ല. അവിടെ നിന്ന് പോകുമ്പോഴാണ് അവന്റെ ആക്രമണം, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ അവൻ ആ ഒരു ധൈര്യമാണ്, ഞാൻ ഇതിന്റെ അടുത്താകുമ്പോൾ ഇതിനെ ഞാൻ കെട്ടിപ്പിടിക്കുമ്പോൾ എന്നെ ആരും ആക്രമിക്കില്ല എന്നൊരു ധൈര്യമാണ്. മനസ്സിലായല്ലോ? ഈ പറയുന്ന 6 മാസത്തോളമായി, 6 മാസം കൊണ്ട് അമ്മയുടെയോ സുഹൃത്തുക്കളുടെ ആരെയും ഇല്ല. ഇപ്പൊ ഒരാളില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ഒരാൾ മറ്റാരെങ്കിലും കാണും, ഏതെങ്കിലും ഒരുത്തരെങ്കിലും കാണും. മനസ്സിലല്ലേ? ഏതെങ്കിലും ഒരാളെങ്കിലും കാണും നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി, നമ്മുടെ സങ്കടങ്ങൾ തിരിച്ചറിയും. പഞ്ചിന്റെ കേസ് അങ്ങനെയല്ല. അവന്റെ ലോകമേ അതാണ്. അത് പുറത്തു പോകാൻ പറ്റില്ല. അവിടെ എത്ര പേരുണ്ട്, അവരെ തന്നെ എന്ത് ചെയ്യണം, കൺവിൻസ് ചെയ്ത് അവന്റെ കൂട്ടുകാരാക്കണം എന്നുള്ളതാണ്. അതിന് കഴിയാത്തത് കൊണ്ടാണ് അവിടെ വരുന്ന ആഹാരം കൊടുക്കാൻ വരുന്ന ആ മനുഷ്യന്റെ ദേഹത്തേക്ക് അവൻ അള്ളിപ്പിടിച്ച് കയറുന്നത് എന്നുള്ളതാണ്. എന്തായാലും വളരെ സങ്കടം തോന്നുന്ന ഒരു വീഡിയോ ആണ്. ആര് കണ്ടാലും കരഞ്ഞു. ഇന്റർനെറ്റിലൊക്കെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് എനിക്ക് ആ ഒരു BGM ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ആ BGM ഇട്ട് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചു പൊട്ടിപ്പോകും. ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയത് നമുക്ക് എടുക്കണം. ശരി.